നമുക്ക് റവ കൊണ്ട് വളരെ എളുപ്പത്തിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റവ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 കതിർപ്പ് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്. ഇത് മല്ലിയിലയുടെ ചൊവ്വ ഇഷ്ടമില്ലാത്തവരുണ്ട്, അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ബേക്കിംഗ് സോഡ 1/8 ടീസ്പൂണ്, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി. പിന്നെ കായം 1/8 ടീസ്പൂൺ. ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഈ ബാറ്റർ മൊത്തം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഈ തൈരും വെള്ളവും എല്ലാം റവയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 30 മിനിറ്റ് നേരം അടച്ചു മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഇതെടുത്ത് നമുക്ക് വട തയ്യാറാക്കാം. ആദ്യം കുറച്ച് വെള്ളം എടുത്ത് കയ്യിൽ തടവി ഒരു വടയ്ക്ക് ആവശ്യമായ അത്രയും ബാറ്റർ കയ്യിലെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ബാറ്റർ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെള്ളം കയ്യിൽ തടവുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വട തയ്യാറാക്കാം. ഞാനിവിടെ ഉഴുന്ന് വടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വട നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കണം. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത ഈ വട അതിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്ത് കോരാം. കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്ത വട നേരെ എണ്ണയിലേക്ക് ഇടണം. ആദ്യമേ വടയെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എണ്ണയിലേക്ക് ഇടാന്ന് വിചാരിച്ചാൽ പിന്നെ അത് എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഷേപ്പ് എല്ലാം മാറിപ്പോവും. പല പ്രാവശ്യം എണ്ണയ്ക്കകത്ത് തിരിച്ചു മറിച്ചു വിട്ട് 2 സൈഡും നല്ലപോലെ റെഡി ആയതിനു ശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് വറുത്തെടുത്ത് മാറ്റാം. അതേപോലെ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇത് വറുത്ത് കോരരുത്. അപ്പോൾ പുറം ഭാഗം മാത്രം വെന്ത് ഉള്ളു വേകാതെ വരും. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം എപ്പോഴും വറുത്ത് കോരാൻ. നമ്മുടെ റവ വട ഇപ്പം നല്ല മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.